അഭിലാഷ് പറയുന്നുണ്ട് അനീഷിൻ്റെ ദേഹത്തൂടെ നെവിൻ വെള്ളം എടുത്തൊഴിച്ചു. അപ്പം നെവിൻ പറയുകയാണ് ഞാൻ ഇനിയും ഒഴിക്കും, വേണ്ടി വന്നാൽ ഞാൻ ഇനിയും ഒഴിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നെവിൻ സംസാരിച്ചു തുടങ്ങുകയാണ് അഭിലാഷുമായിട്ട്. വേണ്ടി വന്നാൽ ഞാൻ മുഖത്തൊഴിക്കും, എൻ്റെ അടുത്ത് കളിക്കാൻ വന്നാൽ ഞാൻ ഒഴിക്കും, മനസ്സിലായില്ലേ എന്ന് നെവിൻ ചോദിക്കുന്നുണ്ട്. അത് എൻ്റെ ഗെയിം, ഞാൻ ഒഴിക്കും, വേണ്ടി വന്നാൽ ഞാൻ ഒഴിക്കും, അതെൻ്റെ ഗെയിമാണ്. പക്ഷേ നിങ്ങളുടെ മൂത്ത് ഞാൻ നോക്കത്ത് കൂടിയില്ല എന്ന് അഭിലാഷിനോട് പറയുകയാണ് നെവിൻ. ബിക്കോസ് അതിനുള്ള എന്തെങ്കിലും ഒരു ക്വാളിറ്റിയിൽ നിങ്ങൾ ഗെയിം കളിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു, അത് നിങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് തിരിഞ്ഞു പോവുകയാണ്. അപ്പം അഭിലാഷ് പറയുകയാണ്, അതെല്ലാവർക്കും ഇവിടെ മനസ്സിലാവുന്നുണ്ട് നീ ഒഴിക്കുകയോ ഒഴിക്കത്തില്ല എന്നുള്ളത്. പിന്നെ നീ എൻ്റെ മുഖത്താണ് ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നീ ഒറ്റ പ്രാവശ്യമേ ഒഴിക്കത്തുള്ളൂ. നീ ഒഴിക്കത്തില്ല, പക്ഷേ ഒഴിക്കാൻ വന്നാൽ നീ ഒരു പ്രാവശ്യം ഒഴിക്കത്തുള്ളൂ. അത് ഗെയിമറായിട്ട് വരുമ്പോഴല്ലേ ഒഴിക്കുന്നത്, നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയില്ലെന്ന് അഭിലാഷിനോട് പറയുന്നുണ്ട് നെവിൻ. അഭിലാഷ് പറയണം, നീ ഇന്ന് രാവിലെ എന്തോ പറഞ്ഞെന്ന് പോലും ഇവിടെ ഉള്ളവർക്ക് നീ എന്തോ എന്നെപ്പറ്റി പറഞ്ഞത്? ഞാൻ രാവിലെ നിന്നെപ്പറ്റി പറഞ്ഞ എന്തിനാണ്? പേഴ്സണലി നീ അതെടുത്ത് മനസ്സിലാക്കിയിട്ട് നീ അതുപോലെ നിൽക്കാൻ വേണ്ടിയാണ് നിന്നോട് പറഞ്ഞത്. നിനക്കത് മനസ്സിലാക്കാനുള്ള ബോധം പോലും നിനക്കില്ല. നീ ഇന്ന് ടാസ്ക് കഴിഞ്ഞപ്പോൾ അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞ നിങ്ങളോട് എനിക്ക് ദേഷ്യമില്ല, പക്ഷേ ഇയാളോട് എനിക്ക് ദേഷ്യമുണ്ടെന്ന്. 8 പേര് നിന്നെപ്പറ്റി അത് പറയണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കാര്യമില്ലാതുണ്ടോ എന്ന് അഭിലാഷ് ചോദിക്കുകയാണ്. നിന്നോട് എനിക്ക് പേഴ്സണലി ഒരു തേങ്ങാക്കൊലയില്ല, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ കളിക്കാതിരിക്കുകയോ ചെയ്യാം, അല്ലാതെ എനിക്ക് നിന്നോട് പ്രത്യേകിച്ച് ഒന്നുമില്ല. നിങ്ങൾ സംസാരിക്കാൻ സമയം തരുമോ, നിങ്ങൾ സമ്മതിക്കുമോ സംസാരിക്കാൻ എന്ന് നെവിൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അഭിലാഷ് പറയാം, ഞാൻ പറഞ്ഞിട്ടാണെന്നോണ്ടാ നീ സംസാരിക്കുന്നത്, ഞാൻ അനുഭവം തന്നിട്ടാണ് നീ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നെവിൻ ഒനിൽ പറഞ്ഞ കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം അഭിലാഷ് ദേഷിച്ച് പറയുകയാണ്, ഒനിലിൻ്റെ അഭിപ്രായം പറയുന്നത്, അത് ഞാൻ എന്തിനാ നോക്കണം, ഞാൻ എൻ്റെ അഭിപ്രായം അല്ലേ പറയുന്നത്, ഞാൻ എന്തിനാടാ ഒനിലിൻ്റെ കേൾക്കേണ്ടത്? ആ കാര്യമാണ് എനിക്ക് ദേഷ്യമായതെന്ന് നെവിൻ പറയുന്നുണ്ട്. അപ്പം അഭിലാഷ് വീണ്ടും പറയാണ്, നിനക്ക് ദേഷ്യമാവുമെന്നും പറഞ്ഞുകൊണ്ട് ഞാനെന്തോ മിണ്ടാതിരിക്കണോ? എനിക്ക് എൻ്റേതായിട്ടുള്ള വ്യൂ പോയിന്റിൽ എനിക്ക് പറയേണ്ടുന്നത് പല സ്ഥലത്ത് നിന്നും ഞാൻ പറയും. അതിപ്പോൾ പേഴ്സണലായിട്ട് എടുക്കണോ പബ്ലിക്കായിട്ട് എടുക്കണോ എങ്ങനെ എടുക്കണോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും എന്ന് നെവിൻ പറയുന്നുണ്ട്. പക്ഷേ നീ ഒനിലിനോട് പറഞ്ഞപ്പോഴാണ് നിൻ്റെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് നീ പെരുമാറിയത് എനിക്ക് മനസ്സിലായത്. അപ്പം നെവിൻ വീണ്ടും തിരിച്ചു വന്നിട്ട് പറയാം, പക്ഷേ ഞാൻ പറയാം. അഭിലാഷ് പറയണം, പണ്ട് നീ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു, ഇപ്പം നിനക്ക് ആ ക്വാളിറ്റി ഇല്ല. പക്ഷേ ഞാൻ പറഞ്ഞ എന്താ, വെള്ളം മുഖത്തൊഴിക്കാനായിട്ട് ഞാൻ ഒരു പ്രാവശ്യമാണ് വരുന്നത്, പക്ഷേ നിങ്ങളുടെ മുഖത്തോട്ട് ഒഴിക്കാൻ ഞാൻ വരുന്നേ ഇല്ല. ആര് വരുന്നു നിങ്ങളുടെ മുഖത്ത് വെള്ളം ഒഴിക്കാൻ? ഞാൻ ഉദ്ദേശിച്ചത് ഗെയിമേഴ്സിൻ്റെ അടുത്താണെന്ന് നെവിൻ പറയുന്നുണ്ട്. ഞാൻ ഗെയിമറല്ല, വേണ്ടി വന്നാൽ ഈ ആഴ്ച ഇവിടുന്ന് ഇറങ്ങിപ്പോൻ ധൈര്യമുള്ളവനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയാം, ആ ഒരു പദവി എനിക്ക് വേണ്ട, അഭിലാഷ് പറയുകയാണ്. എത്ര കൃത്യമായിട്ടാണ് അഭിലാഷ് പറയുന്നത്. ഏറ്റവും പുറകിൽ വോട്ട് ലിസ്റ്റിനകത്തുള്ളത് ഇപ്പോൾ അഭിലാഷാണ്. എനിക്ക് ആ ഗെയിമർ എന്നുള്ള പദവിയൊന്നും വേണ്ട, അടുത്ത ആഴ്ച ഇവിടുന്ന് ഇറങ്ങിപ്പോൻ എനിക്ക് അത്രയും സന്തോഷം മാത്രമേ ഉള്ളൂ കേട്ടോടാ. പക്ഷേ നീ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അത് ഗെയിമായിട്ട് കൂട്ടാൻ പറ്റത്തില്ലെന്നും അഭിലാഷ് പറയുന്നുണ്ട്. നീ കളിയിൽ നിന്ന് വഴുതി മാറി വേറെ എന്തോ ആയിരിക്കുക, നീ ആ കളി തിരിച്ചു വാ, എന്നാൽ അത് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നീ ഇത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നീ നിൻ്റെ കളിയെന്ന് അഭിലാഷ് പറയുന്നുണ്ട്. ഞാനത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നെവിൻ പറയുകയാണ്, ഞാനത് അപ്പോഴേ വിട്ടു, നിങ്ങൾ ഇപ്പോഴും അത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖത്ത് വെള്ളമൊഴിക്കുന്ന കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്ന് സംസാരിച്ചത്, നിങ്ങൾ ഇപ്പോഴും ആ പഴയ കാര്യം എടുത്തു വെച്ച് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നെവിൻ പറയുന്നുണ്ട്. അഭിലാഷും നെവിനും സംസാരം കയർത്തിട്ട് അഭിലാഷ് സീറ്റിൽ നിന്ന് എണ്ണീച്ചിട്ട് സംസാരിക്കാൻ തുടങ്ങി. അവരുടെ മാറ്റർ ഇത് തന്നെയാണ്. നെവിൻ്റെ ഈ ഗെയിം കറക്റ്റായിട്ടല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നെവിൻ ആൾ മാറി, നെവിൻ ഗെയിമേ മറന്നു പോയ രീതിയിലാണെന്നാണ് അഭിലാഷ് പറയുന്നത്. നീ അതുകൊണ്ട് പഴയ രീതിയിൽ വാന്ന് നെവിനോട് പറയുവാണ്. പക്ഷേ നെവിൻ പറയുന്നത്, നിങ്ങൾ ഇത് പറയേണ്ട ആവശ്യമില്ല, എനിക്കിഷ്ടമുള്ള കണക്ക് ഞാൻ നിൽക്കും, എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ കളിക്കും, അതെൻ്റെ ഗെയിം, നിങ്ങളാരാ ഇതൊക്കെ പറയാനെന്ന് ചോദിച്ചിട്ട് രണ്ടുപേരുടെ ഭയങ്കര വഴക്ക് നടക്കുകയാണ് ഇപ്പോൾ ലൈവിൽ. ഈ 64 ഡേയ്സിൽ ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഗെയിം, നിങ്ങൾ നോമിനേഷനിൽ പോലും വരുന്നില്ല, നോമിനേഷനിൽ വന്ന് നോക്കുക, അന്നേരം അറിയാം അതിൻ്റെ പച്ചയെന്ന് നെവിൻ പറയുന്നുണ്ട്. അഭിലാഷ് പറയുന്നുണ്ട്, എനിക്കൊരു ക്വാളിറ്റി ഇല്ല, നിനക്കൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നു, നീ അത് അക്സെപ്റ്റ് ചെയ്യും, നിൻ്റെ നിന്ന് അത് പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞ് മനസ്സിലാക്കിയത്, നിനക്കത് മനസ്സിലാക്കാനുള്ള കഴിവില്ലൂടെ ഇറക്കുക. പോയി നീ നല്ലപോലെ ഗെയിം കളിക്ക്, നിന്നിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നടാ, അതുകൊണ്ടാണ് ഈ പറയുന്നത്. നീ അത് അപ്പോഴത്തേനങ്ങ് വലിയ വിഷയമാക്കുന്നത് എന്തിനാ? ഞാൻ രാവിലെ അങ്ങനെയൊന്ന് പറഞ്ഞപ്പോഴത്തേനും നീ ഇത് ശത്രുവായി കാണുന്ന എന്തിനാ? നിന്നോടുള്ള ശത്രുത വല്ലതും ഉണ്ടോ എനിക്ക്? ഇങ്ങനെ നിന്നോട് പറഞ്ഞു തരുമല്ലേ, നിനക്ക് നല്ല കാര്യം പറഞ്ഞു തരുമല്ലേ, നീ ഇങ്ങനെ എന്തിനാ ചിന്തിക്കുന്നത്? എനിക്കിഷ്ടമുള്ള കണക്ക് ഞാൻ ഗെയിം കളിക്കും, എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട. ഞാൻ 64 ദിവസം ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഗെയിമാണ് ഇത്, ഞാൻ എൻ്റെ ഗെയിമിൽ നിന്ന് കളിച്ചോളാം, എന്നെ ആരും ഉപദേശിക്കാൻ വരണ്ട. അത് എല്ലാവരുടെ അടുത്തും കൂടാണ് പറയുന്നത്. ആരും എന്നെ നേരെയാക്കാൻ വരണ്ട, ഞാൻ ഇങ്ങനെ തന്നെയാണ്, എനിക്ക് ഇവിടെ നിൽക്കാൻ അറിയാം, എനിക്ക് സ്വന്തമായിട്ട് ഗെയിം കളിക്കാൻ അറിയാം, ആരും എന്നെ പഠിപ്പിക്കാൻ വരണ്ടെന്ന് നെവിൻ പറയുന്നുണ്ട്. നിന്നെ ആക്ഷേപിച്ച് ഇവിടെ ആരും സംസാരിച്ചിട്ടില്ല, നീ നന്നാവണമെന്ന് വേണ്ടിയാണ് നിന്നോടിത് പറഞ്ഞത്, അപ്പോൾ അത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതങ്ങ് വിട്ടേരെ എന്ന് അഭിലാഷ് പറയുന്നുണ്ട്. നിങ്ങൾ പറയുന്ന കേട്ട് ഇവിടെ നിൽക്കാൻ എനിക്ക് സൗകര്യമില്ലെന്ന് നെവിൻ പറയുന്നുണ്ട്.
നീ ഒനിലിനെ എക്സാമ്പിളായിട്ട് എടുക്കാനായിട്ട് നീ ഒനിലുമായിട്ട് എന്തെങ്കിലും ഒരു ആത്മബന്ധം വേണം, അത് നിനക്കില്ല. പിന്നെ നീ ഒനിലിനെ എക്സാമ്പിളായിട്ട് എടുക്കേണ്ട കാര്യം എന്തുണ്ടെന്ന് അഭിലാഷ് ചോദിക്കുന്നുണ്ട്. അപ്പം ഒനിൽ ഞാനിവിടെ ബന്ധമുണ്ടോ ഇല്ലയെന്ന് നിങ്ങൾ എന്തിനാണ് നോക്കുന്നത്, നിങ്ങളാരാ ഇതൊക്കെ പറയാനെന്ന് നെവിൻ പറയുകയാണ്. അഭിലാഷ് പറയുന്നുണ്ട്, നീ അലച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഞാനും അലച്ചുകൊണ്ടിരിക്കും, എനിക്ക് അലയ്ക്കുന്നതിന് ഒരു മടിയില്ല. ഇങ്ങോട്ട് പറഞ്ഞാൽ അതിനുള്ള മറുപടി പറയാനുള്ള ഇതെനിക്കുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ കുറേ ആൾക്കാരിൽ മാത്രം ഒതുങ്ങിക്കൂടി കഴിയുന്നെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾ ബാക്കിയുള്ളതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുമെന്ന് നിവിൻ പറയുന്നു. അപ്പോൾ അഭിലാഷ് പറയാണ്, ഞാൻ അങ്ങ് പറയുക, നീ ഇവിടെ ഷാനവാസിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താണ് നീ നിൽക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞാലോ. അപ്പോഴത്തേനും നിവിൻ അവിടെ നിന്ന് എണ്ണീച്ച് വന്നിട്ട് വീണ്ടും പറയാണ്, ഞാൻ ഈ സീസൺ തീരുന്നവരെയും ഷാനവാസിനെ മാത്രമേ പൊക്കുന്നുള്ളൂ, ഞാൻ ഷാനവാസിനെ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ, എന്ത് വേണം? അപ്പം അങ്ങനെ പറ, അങ്ങനെ ചിന്തിക്കുക. അപ്പം മറ്റുള്ളവരുടെ അടുത്ത് അത് പറയാൻ നിൽക്കരുത്. നീ പറഞ്ഞത് ശരിയാണ്, അപ്പം നീ അത് മറ്റുള്ളവരിലേക്ക് അത് പറയരുതെന്ന് അഭിലാഷ് പറയുന്നുണ്ട്. എല്ലാവർക്കും ഒരു ഗെയിം കാണും, ചിലപ്പം ഗെയിം ഇല്ലാതിരിക്കും, പക്ഷെ നീയായിട്ട് പറയാൻ പാടില്ല. ഒരു ഗെയിമർ എന്നുള്ള നിലയ്ക്ക് വെച്ച് ഞാൻ അതിൻ്റെ കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്. അവനിലുള്ള പോരായ്മ ഞാൻ രാവിലെ ചൂണ്ടിക്കാട്ടിയപ്പോഴത്തേനും അവൻ ഇത്രയും വലിയ വിഷയം സംസാരിക്കുന്നത്. ഇവൻ യഥാർത്ഥത്തിൽ എന്തോ വിവരം വല്ലതുമുണ്ടോ, ഇവനത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, ഞാൻ എന്തോ പറഞ്ഞു എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കുന്ന പോലുമില്ല. അപ്പോൾ പിന്നെ ഇവനോട് ഇനി എന്തോ പറയാനാണ്? ഇതുവരെ ഇയാൾ ഈ പറയുന്നെങ്കിലും നോമിനേഷനിലെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നിവിൻ ചോദിക്കുന്നുണ്ട്. അപ്പം അഭിലാഷ് പറയുകയാണ്, ഇതുവരെ നോമിനേഷനിൽ വരാതിരിക്കുന്നെങ്കിൽ അത് എൻ്റെ കഴിവ്, ഞാൻ ഗെയിമറായിട്ട് നിന്ന് കളിക്കുന്നത് കൊണ്ടാണ് എനിക്ക് നോമിനേഷനിൽ ഞാൻ വരാത്തത്. അതെന്താ നീ മനസ്സിലാക്കാത്തത്? ഞാനിപ്പോൾ നോമിനേഷനിൽ വരാത്തതാണോ നിൻ്റെ പ്രശ്നം? തുടർച്ചയായ അരമണിക്കൂർ കൊണ്ട് നിവിനും അഭിലാഷും കൂടെ ഭയങ്കരമായ സംഘർഷമാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിവിൻ പറയുന്നിടത്തുനിന്ന് ഒരു ശകലം പോലും അഭിലാഷ് പറയുന്നതിലോട്ട് വരുന്നില്ല. അഭിലാഷ് രാവിലെ ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിൽ നിവിനെ കുറ്റപ്പെടുത്തി പറഞ്ഞ കാര്യം എടുത്താണ് ഈ സംസാരം ഉണ്ടായിരിക്കുന്നത്. അഭിലാഷ് അതിനെപ്പറ്റി തുടക്കം മുതൽ പറയുന്നുണ്ട്, നീ നല്ലൊരു ഗെയിമറാണ്, നീ ചെയ്തുകൊണ്ടിരുന്ന ഗെയിം നീ വിട്ടേച്ച് ഇപ്പം നിനക്ക് പുതിയൊരു ഗെയിമാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നീ ആ പഴയ ഗെയിമിലോട്ട് വാ എന്ന് ഞാൻ അവന് അക്സെപ്റ്റ് ചെയ്യാമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് വിട്ടേരെ എന്ന് ഞാൻ ആ മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറഞ്ഞ കാര്യമാണ്. പക്ഷേ അവനത് മനസ്സിലായില്ല എന്നുള്ളതാണ്. അവനത് മനസ്സിലാക്കാതെ അതൊരു വലിയ ഇഷ്യൂ ആക്കി എടുത്തിട്ട് അവനെന്തോ വൈരാഗ്യമുള്ള കണക്കാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അന്നേരം തന്നെ ഒനിലിനെ മാറ്റി നിർത്തി പറയുന്നു, എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല, പക്ഷേ ഇയാളോട് എനിക്ക് ദേഷ്യമുണ്ട്. അങ്ങനെ പറയേണ്ട കാര്യം എന്തുകൊണ്ട്? നമ്മളത് ഒരു ആക്ടിവിറ്റിയാണ്, ആ മോർണിംഗ് ആക്ടിവിറ്റിയിൽ നമ്മളത് പറയണം. ഒരാൾ ആരാണോ ഉയർന്നു വന്നിട്ട് താഴോട്ട് പോയത്, ആ ഒരു വ്യക്തി ആരാണെന്ന് ഞാനവിടെ പറയണം. പറയാതിരിക്കാൻ പറ്റുമോ എനിക്ക്? അത് നമ്മുടെ ആക്ടിവിറ്റിയിൽ പറഞ്ഞേക്കുന്ന കാര്യമാണ്, ഞാനതല്ലേ പറഞ്ഞുള്ളൂ. അപ്പം അത് പറഞ്ഞതിന് അവൻ ഇത്രയും വൈരാഗ്യം എന്നോട് കാണിക്കേണ്ടുന്ന കാര്യം എന്തുകൊണ്ട്? ഞാൻ അങ്ങനെ വൈരാഗ്യപ്പെടാൻ വേണ്ടിയാണോ ഞാൻ പറഞ്ഞത്? അവൻ്റെ പഴയ ഗെയിമിലേക്ക് വന്നാൽ അവനൊരു ക്വാളിറ്റി ഉണ്ട്, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ അവൻ്റെ ഇത് കണ്ടതാണ്. അത് വെച്ചിട്ടാണ് ഞാൻ അവനോട് പറഞ്ഞത്, നീ നിൻ്റെ ആ പഴയ ഗെയിമിലോട്ട് വാ, എന്നാലേ നിനക്ക് കറക്റ്റായിട്ട് നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ അവനോട് പറയുമ്പോൾ അവൻ അത് വൈരാഗ്യമായിട്ട് എടുത്തിട്ട് എന്നോട് സംസാരിക്കുകയാണ്. ഒന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ലെന്ന് എന്തോ പറയാനാണെന്ന് പറ. ഇത് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഭയങ്കര വഴക്ക് നടക്കുകയാണ് ലൈവിൽ.